നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അസ്ഥിരമായ കാലാവസ്ഥ തുടരുന്ന യുഎഇയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നുള്ള മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നാളെ അർദ്ധരാത്രി മുതൽ ബുധൻ വരെ ദുബായിലും വടക്കൻ എമിറേറ്റുകളിലും മഴ പ്രതീക്ഷിക്കാവുന്നതാണ്. വരും ദിവസങ്ങളിൽ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചിട്ടുണ്ട്. തീരമേഖലയിൽ കാറ്റ് കൂടുതൽ ശക്തമാവുകയും കടൽ പ്രക്ഷുബ്ധമാവുകയും ചെയ്യുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. വാദികൾ നിറയാനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയം ശനി വൈകിട്ടും ഇന്നലെ പുലർച്ചെയും വിവിധ എമിറേറ്റുകളിൽ സാമാന്യം ഭേദപ്പെട്ട മഴയാണ് ലഭിച്ചത്. ഷാർജ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിലെ ചില പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ടുകളുണ്ടായി. അല്ലൈനിൽ വാദികൾ നിറഞ്ഞു കവിഞ്ഞു. പൊതുവെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണുള്ളത്. ഫുജൈറയിൽ ഉച്ചകഴിഞ്ഞ് നല്ല മഴ ലഭിക്കുകയും ചെയ്തു. ദുബായിലും അബുദാബിയിലും പുലർച്ചെ മഴയുണ്ടായി. അസ്ഥിര കാലാവസ്ഥയിൽ ഡ്രൈവിംഗിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അശ്രദ്ധമായി വാഹനമോടിച്ചാൽ 2000 ദിർഹം പിഴയും 23 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷയായി ലഭിക്കുന്നത്. വാഹനം 60 ദിവസത്തേക്ക് പിടിച്ചെടുക്കുകയും ചെയ്യും. വാദികൾ, മലയോരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് അല്ലൈൻ മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ സംഭവിച്ചാൽ ഉടൻ തന്നെ അറിയിക്കേണ്ടതാണ്. മഴയത്ത് വാഹനമോടിച്ചോ ഓഫീസിലേക്ക് പോകുമ്പോൾ ഒട്ടും പരിഭ്രമിക്കരുത് എന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. വൈകുകയാണെങ്കിൽ ഓഫീസിൽ വിവരം അറിയിക്കുക. മഴ ശക്തമാവുകയാണെങ്കിൽ ഏതെങ്കിലും സർവീസ് സ്റ്റേഷനിലോ മറ്റേതെങ്കിലും സുരക്ഷിത മേഖലയിലോ വാഹനം നിർത്തിയിടുക. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ പോകുന്നതാണ് സുരക്ഷിതത്വം. അത്യാവശ്യമായ ഘട്ടത്തിലല്ലാതെ ലൈൻ മാറാതിരിക്കുക. റേഡിയോ, പാതകളിലെ ഇലക്ട്രോണിക് ബോർഡുകൾ എന്നിവയിലൂടെയുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. മോശം കാലാവസ്ഥയെന്ന് കരുതി ഹൈ ബീം ലൈറ്റുകൾ ഉപയോഗിക്കരുത്. മൂടൽമഞ്ഞോ മഴയോ ഉള്ളപ്പോൾ വാഹനങ്ങളുടെ ഹസാർ ലൈറ്റ് ഇടരുത്. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്നതാണ് ഇത്. ശക്തമായ മഴയിൽ വാഹനത്തിനുള്ളിൽ ഈർപ്പമുണ്ടായി ഗ്ലാസുകളിലൂടെ കാഴ്ച മങ്ങാൻ സാധ്യതയുണ്ട്. ഹീറ്റർ പ്രവർത്തിപ്പിച്ചാൽ ഇത് പരിഹരിക്കാവുന്നതാണ്. റേഡിയോയിലെ വിനോദ പരിപാടികൾ മാത്രം കേൾക്കാതെ ഇടയ്ക്ക് പുറത്തേക്കും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകാനുണ്ടെങ്കിൽ ഇത് സഹായകമാവുകയും ചെയ്യും. ലൈറ്റുകൾ കാര്യക്ഷമമാക്കുകയും ബ്രേക്ക് പരിശോധിച്ച് കൃത്യത വരുത്തുകയും വേണം. യാത്രയ്ക്ക് മുൻപ് വാഹനത്തിന്റെ വെളിച്ച സംവിധാനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വാഹനം ഓടിക്കുമ്പോൾ മുന്നിലുള്ള വാഹനവുമായി നിർബന്ധമായും സുരക്ഷിത അകലം പാലിക്കണം. ഇവയൊക്കെ ശ്രദ്ധിച്ചാൽ മഴക്കാലത്തുണ്ടാകാനിടയുള്ള അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം ഒമാന്റെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. മസ്കറ്റിലും വടക്കൻ എമിറേറ്റുകളിലും ഇടിയോടെ പെയ്ത മഴയിൽ വാദികൾ നിറഞ്ഞൊഴുകി. താഴ്ന്ന മേഖലയിൽ കുടുങ്ങിയവരെ സുരക്ഷാ വിഭാഗം ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി. ഇബ്രലിലെ ഖുതാൻ വാദിയിൽ വാഹനത്തിൽ കുടുങ്ങിയ 2 പേരെയും രക്ഷിച്ചു. പലയിടങ്ങളിലും വലിയ തോതിലാണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മഴയെ തുടർന്ന് പ്രധാന പാതകളിലടക്കം ഗതാഗത കുരുക്കും രൂക്ഷമായി. നാളെ വരെ രാജ്യത്ത് ഇടിയോടുകൂടിയ മഴ തുടരുമെന്ന് സിവിൽ ഏവിയേഷൻ പബ്ലിക് അതോറിറ്റി അറിയിച്ചു. കാറ്റിനും സാധ്യതയുണ്ട്. ദാഹിറ, ബുമൈറി, വടക്കൻ അൽ ബാത്തിന, തെക്കൻ അൽ ബാത്തിന, മസ്കത്ത്, അൽ ദാഖിലിയ, വടക്കൻ അൽ ഷർഖിയ തുടങ്ങിയ ഗവർണറേറ്റുകളിൽ 30 മുതൽ 60 കിലോമീറ്റർ വരെ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഷർഖിയ, വുസ്ത, അൽ ദാഖിലിയ എന്നിവിടങ്ങളിൽ ശനിയാഴ്ച വൈകിട്ട് കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.